വേൾഡ് കപ്പിന് ശക്തമായി ഒരുങ്ങുകയാണ് ലയണൽ സ്കലോണിയുടെ അർജന്റീന. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീന നേടിയ കിരീടം ഇത്തവണയും സ്കലോണി പടക്ക് നിലനിർത്തേണ്ടതുണ്ട്. അതിന് വെല്ലുവിളികളേറെയാണ്. നിലവിൽ സ്കലോണിയുടെ ഏറ്റവും വലിയ തലവേദന എവിടെയാണ്? സ്കലോണിക്ക് കണക്കുകൂട്ടലുകൾ പിഴക്കാൻ സാധ്യത എവിടെയാണ്? ലയണൽ സ്കലോണിയുടെ ഏറ്റവും വലിയ തലവേദന നിലവിൽ ഡിഫൻസിലാണ്. സൂപ്പർ താരമായ ക്രിസ്റ്റ്യാനോ റൊമേറോ പരിക്കേറ്റ് പുറത്തായതാണ് ഏറ്റവും വലിയ കാരണം. അദ്ദേഹം വേൾഡ് കപ്പിന് ദിവസങ്ങൾ മുമ്പ് മാത്രമേ പരിക്കുമാറി ടീമിനൊപ്പം തിരിച്ചെത്തിയാൽ മാത്രം പോരല്ലോ, അദ്ദേഹത്തിൻ്റെ പഴയ ഫോം വീണ്ടെടുക്കാൻ സമയമെടുക്കും. അങ്ങനെയെങ്കിൽ സ്കലോണിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും. ക്രിസ്റ്റ്യാനോ റൊമേറോ പോലെയുള്ള ഒരു അഗ്രഷൻ ഡിഫൻഡർ അർജന്റീനക്കൊപ്പമുള്ളത് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിക്കുമാറി തിരിച്ചെത്തുന്ന ക്യൂട്ടി റൊമേറോ ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീനയ്ക്കായി കളിക്കുമോ? സ്കലോണിയുടെ ഡിഫൻസിലെ ഏറ്റവും പ്രധാന താരമാണ് നിലവിൽ സൂപ്പർ താരമായ ക്യൂട്ടി റൊമേറോ. താരം എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. താരം വേൾഡ് കപ്പിൽ ഫോമിലേക്ക് ഉയരണമെന്ന പ്രാർത്ഥനയാണ് നിലവിൽ അർജന്റീന ആരാധകർക്കുള്ളത്. ക്യൂട്ടി റൊമേറോക്കൊപ്പം അർജന്റീനയുടെ സ്ഥിര സാന്നിധ്യമാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. അദ്ദേഹം കഴിഞ്ഞ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരായുള്ള യുണൈറ്റഡിന്റെ പോരാട്ടത്തിൽ മിന്നും ഫോമിലാണ് ലിസാൻഡ്രോ മാർട്ടിനസ്. യുണൈറ്റഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോരാട്ടത്തിൽ യുണൈറ്റഡിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള താരങ്ങളിലൊരാളായിരുന്നു സൂപ്പർ താരമായ ലിസാൻഡ്രോ. എന്നാൽ എവിടെയാണ് പിഴക്കുന്നത്? താരത്തിന് പറ്റുന്ന ഇടയ്ക്കിടെയുള്ള ഇഞ്ചുറിയാണ് അർജന്റീനയ്ക്ക് വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ തലവേദന. നിലവിൽ അർജന്റീനയുടെ ഫസ്റ്റ് ചോയ്സ് സെന്റർ ബാക്കാണ് ക്യൂട്ടി റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും. ഇവർക്ക് രണ്ടുപേർക്കും പരിക്കിന്റെ ഭീഷണിയുണ്ട് എന്നതാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ ഭീഷണി. ഇവർക്ക് പരിക്കിൽ നിന്ന് മുക്തമായി മിന്നും ഫോമിലേക്ക് ഉയർന്നാൽ അർജന്റീന ഡിഫൻസ് ലൈൻ ഇത്തവണയും ശക്തമാകും. അതേസമയം ഈ രണ്ട് താരങ്ങൾക്ക് പകരം ആരായിരിക്കും സ്കലോണിയുടെ കണ്ടെത്തലുകൾ? ഒട്ടാമെൻഡി ഉണ്ടെങ്കിലും പ്രായം അതിക്രമിച്ചതിനാൽ തന്നെ ഒട്ടാമെൻഡി ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കില്ല. പിന്നെയുള്ളത് ബൺമൗത്തിനായി മിന്നും ഫോമിൽ കളിക്കുന്ന മാർക്കോ സെൻസിയാണ്. താരം ക്ലബ്ബ് തലത്തിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വമ്പന്മാരുൾപ്പെടെ താരത്തിനു പിറകെ തന്നെയാണ്. എങ്കിലും സ്കലോണിയുടെ സിസ്റ്റത്തിൽ കളിച്ചു പരിചയമില്ല എന്നത് മാത്രമാണ് ഒരു നെഗറ്റീവ് ഉള്ളത്. വേൾഡ് കപ്പിൽ ഒരുപക്ഷെ പല മത്സരങ്ങളിലും മാർക്കോ സെൻസി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതും തള്ളിക്കളയാനാകില്ല. ഈ വേൾഡ് കപ്പിലെ സ്കലോണിയുടെ മറ്റൊരു കണ്ടെത്തലാകുമോ മാർക്കോ സെൻസി എന്നാണ് കാത്തിരിക്കേണ്ടത്. മറ്റൊരാൾ ലിയനാർഡോ ബലേഡിയാണ്. മാർസിലേക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ബലേഡിയും മോശമല്ലാത്ത ഫോമിലൂടെ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തിൻ്റെയും നെഗറ്റീവ് എന്തെന്നാൽ സ്കലോണിയുടെ സിസ്റ്റവുമായി കൂടുതൽ ഒത്തിണങ്ങിയിട്ടില്ല എന്നതാണ്. പിന്നെ ക്യൂട്ടിയെ പോലെയും ലിസാൻഡ്രോയെ പോലെയും രണ്ടു താരങ്ങൾക്കും അത്ര അഗ്രഷൻ റേറ്റ് ഇല്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ഡിഫൻഡറായ ലയണൽ സ്കലോണി ഡിഫൻസിലെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിച്ച് ഏറ്റവും മികച്ചൊരു ഡിഫൻസ് ലൈൻ തന്നെ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആ പരിക്കാണ് അർജന്റീനയിലെ ഏറ്റവും വലിയ വെല്ലുവിളി. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.